ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ 100 കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ അടിച്ചെന്ന് ഒരു തരുൺമൂർത്തി ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ സമയത്ത് സിനിമ 100 കോടി എത്തിയിട്ടില്ല. പക്ഷെ 100 കോടി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തരുൺമൂർത്തി പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് അത് ഇട്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ അതുവരെയും 80 കോടി രൂപ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. 81 കോടി, ഇപ്പൊ 85 കോടി രൂപയ്ക്ക് മുകളിലായി. ഉറപ്പായിട്ട് 100 കോടി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം 100 കോടി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലെന്ന് ഇപ്പം ആർക്കും ഒരു സംശയമില്ല. 100 കോടി എത്തും എന്നുള്ള കാര്യത്തിൽ മമ്മൂട്ടി ഫാൻസിന് പോലും തുടരും എന്ന് പറഞ്ഞ സിനിമ 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പം അത് ഏറ്റവും വലിയൊരു വിജയമാണ്. മലയാളത്തിൽ ഒരു 200 കോടി രൂപയ്ക്ക് മുകളിൽ തുടരും എന്ന് പറഞ്ഞ സിനിമ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം, സാമ്പത്തിക വിജയം. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസറിന് ലാഭം കൊടുത്ത സിനിമയായി മാറും തുടരും എന്ന് പറഞ്ഞ സിനിമ. അതൊരു നമ്മുടെ എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ അത് വെട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറിന് ലാഭം കൊടുത്ത സിനിമയെന്ന് കൂടി അറിയപ്പെടാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. ഇതിന് മുകളിലൊരു സിനിമ ഇനി മലയാളത്തിൽ നിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഇതിന് റെക്കോർഡ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ അത് തമിഴ്നാട്ടിൽ ക്ലിക്ക് ആയതുകൊണ്ടാണ്. ഇത് തമിഴ്നാട്ടിലല്ല ക്ലിക്കായത്, ഇത് ഓവർസീസിലും കേരളത്തിലും നല്ല രീതിയിൽ കളക്ഷൻ നേടിയ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. മഞ്ഞുമൽ ബോയ്സ് അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ നിന്നും പിന്നെ വെളി സംസ്ഥാനങ്ങളിൽ നിന്നും അതിന്റെ കളക്ഷൻ കുറച്ച് കൂടുതൽ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും കളക്ഷൻ കിട്ടാൻ കാരണം. പക്ഷെ അതൊന്നും പ്രൊഡ്യൂസറിന് കിട്ടൂല. അതൊക്കെ അവർ റൈറ്റ് വിറ്റതാണ്. അതായത് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറിനായിരിക്കും അതിന്റെ പൈസ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ പ്രൊഡ്യൂസറിന് കിട്ടിയ സിനിമ തുടരും തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിന്റെ പകുതിയോളം കളക്ഷൻ കേരളത്തിൽ നിന്നാണ് അതിന്റെ വന്നിരിക്കുന്നത്, ബാക്കി ഓവർസീസിൽ നിന്ന്. ഓവർസീസിൽ നിന്ന് നമുക്ക് മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയതിനേക്കാളും കളക്ഷൻ വരാനുള്ള സാധ്യത തുടരും പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ്. പിന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദിലീപിന്റെ തിരിച്ചുവരവ്. ഞാൻ ഈ ചാനലിൽ കൂടെ പറഞ്ഞ കാര്യമാണ്, ദിലീപ് തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മൾ ഒരു കാര്യം ഈ ചാനലിൽ കൂടെ ഇല്ലാത്ത കാര്യങ്ങൾ പറയൂല, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. ദിലീപിന്റെ ശക്തമായ തിരിച്ചുവരവായിരിക്കും പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിലൂടെ ദിലീപ് കാഴ്ചവെക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു 4 വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിനും മമ്മൂട്ടിയോടും ഒപ്പം പിടിച്ചു നിൽക്കാൻ പഴയ പോലെ ദിലീപ് വരുന്നു. ദിലീപിന്റെ പഴയ ഒരു കാലിബറോട് കൂടിയുള്ള സിനിമ തന്നെയായിരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ വെളിയിൽ വിട്ട കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ നിന്ന് ഈ ചാനലിൽ കൂടെ നമ്മൾ എന്തൊക്കെ വീഡിയോ ചെയ്യുന്നോ അതെല്ലാം കറക്റ്റ് അച്ചട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമുക്ക് എന്തെങ്കിലും അറിയാതെ അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ആ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനിൽ എല്ലാ റെക്കോർഡും ഭേദിക്കുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല നല്ല രീതിയിൽ അതിന്റെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇറങ്ങി കഴിഞ്ഞിട്ട് പടം കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ അല്ല നമ്മൾ ഉദ്ദേശിച്ച. സിനിമ ഇറങ്ങും മുമ്പേ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമയിലൂടെ ദിലീപ് തിരിച്ചു വരുമെന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചാനലിൽ കൂടെ പറഞ്ഞ ഒരു കാര്യവും കള്ളമായിട്ടോ അല്ലെങ്കിൽ അറിയാത്തതായിട്ടോ പൊള്ളയായിട്ടോ ഉള്ള കാര്യങ്ങളല്ല. അഥവാ നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള കുറച്ച് ഗസ്റ്റ് റോളുകൾ മാത്രമാണ് നമുക്ക് തെറ്റിയിട്ടുള്ളത്. അത് മൊത്തത്തിലുള്ള ഒരു സസ്പെൻസ് പോലത്തെ ഒരു കാര്യമാണ്. കാരണം അവർ വെളി വിട്ടിട്ടില്ല. റിക്യുവിന്റെ കാര്യം അവര് അണിയർ പ്രവർത്തകരോട് പോലും പറഞ്ഞിരുന്നില്ല. റിക്യുവിന്റെ കാര്യം അറിയാന്നുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അണിയർ പ്രവർത്തകരടുത്ത് ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ആരെന്നുള്ള കാര്യം അണിയർ പ്രവർത്തകരടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് ഒരു ഉദ്ദേശം വെച്ചിട്ട് ഈ രജനീകാന്തിന്റെ അടുത്തൊക്കെ പോയി അവൻ ഈ പൃഥ്വിരാജ് ട്രെയിലർ കാണിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് അവര് രജനീകാന്തിലുള്ള കോണ്ടാക്റ്റും അതൊക്കെ വെച്ചിട്ടാണ് അവർ പറഞ്ഞത് രജനീകാന്ത് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ തമിഴ്നാട്ടിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് അതിൽ അവർ രണ്ടുപേരും അല്ലെന്നുള്ള കാര്യം നമുക്ക് ലൂസിഫർ എമ്പുരാൻ റിലീസായപ്പോൾ നമുക്ക് മനസ്സിലായി റിക്യുവിനാണ് അതിൽ വന്നതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിലൊരു മിസ്റ്റേക്ക് പറ്റിയത്. അല്ലാതെ ഈ ചാനലിൽ കൂടെ ഒരു കാര്യങ്ങളും കള്ളമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാറില്ല. അപ്പം ദിലീപ് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. ഇനി മാർക്കറ്റിൽ ദിലീപും ഉണ്ട്, മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം. അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ മലയാളത്തിൽ ഇന്ന് ശേഷിയുള്ള ഒരേ ഒരു നായകൻ ദിലീപ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും നാൾ ദിലീപിന്റെ സിനിമകൾ മങ്ങിപ്പോകാൻ കാരണം ദിലീപിന്റെ മാനസിക അവസ്ഥ ശരിയല്ല, സിനിമ സെലക്ട് ചെയ്യുന്നത് ശരിയല്ല, പഴയ ഒരു സെലക്ഷൻ ഇല്ല. പിന്നെ കഥകളൊക്കെ പുള്ളി സെലക്ട് ചെയ്യുന്നതിൽ വലിയ 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 പോരായ്മകളുണ്ട്. പിന്നെ പുള്ളിയുടെ പെർഫോമൻസിനും പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി പുള്ളി എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോലും പുള്ളിയുടെ കണ്ണിൽ പുള്ളിക്കുള്ള വിഷമങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ആ കോമഡികളൊന്നും ആൾക്കാരിൽ ഏൽക്കുന്നില്ല, അത് ചളിയായിട്ട് വരുന്നു. പക്ഷെ ചളി പറയാൻ ദിലീപിനോടൊപ്പം പോകുന്ന ഒരു നടൻ വേറെ ഇല്ല. പക്ഷെ ചളി പറയുമ്പോൾ കണ്ണിനകത്ത് സീരിയസ്നെസ് വരുമ്പോഴത്തേക്കാണ് ആ ചളിയായിട്ട് തന്നെ നമുക്ക് മനസ്സിൽ തോന്നുന്നത്, അല്ലാതെ കോമഡി ആയിട്ട് നമുക്ക് വരാത്തത്. ഇപ്പം അങ്ങനെയല്ല. പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ ദിലീപിന്
നല്ല രീതിയിലുള്ളൊരു കോമഡി ചെയ്യാനുള്ള കഴിവ് പണ്ടത്തെ പോലെ തന്നെ തിരിച്ച് കിട്ടിയിരിക്കുകയാണ് മലയാളികൾക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലിടാം. ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് നിങ്ങൾ കമന്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.